നമസ്കാരം. ബംഗാൾ ഇലക്ഷന് 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇവിടുത്തെ ബംഗാളിലേക്ക്, അതായത് കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബംഗാളികളായ തൊഴിലാളികൾ പശ്ചിമ ബംഗാളിലേക്ക് പോയത്. 1.5 മാസം കഴിഞ്ഞിട്ടും അവരാരും തന്നെ മടങ്ങി വരുന്നില്ല എന്നാണ് കരാർ എടുത്തിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അതായത് ഈ തൊഴിലാളികൾ മടങ്ങി വരാത്തത് കൊണ്ട് തന്നെ പല മേഖലയും ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. കെട്ടിട തൊഴിലാളികൾ മടങ്ങി വരാത്തത് കൊണ്ട് കെട്ടിടം ജോലികളൊന്നും തന്നെ നടക്കുന്നില്ല. ബംഗാളികൾ ജോലി ചെയ്തിരുന്ന മറ്റിടങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്, ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ്. അതായത് ഹോട്ടൽ തൊഴിലാളികളായിട്ട് ബംഗാളികൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ അവർ പല ഡിഷസും കുറയ്ക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പൊറോട്ട പോലുള്ള ആഹാര സാധനങ്ങൾ കുറയ്ക്കുക പോലും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു തൊഴിൽ ക്ഷാമം എന്നതല്ല, തൊഴിലാളികളെ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ മേഖലകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കണക്കിന് മറ്റ് ഒരു ഉപാധിയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. മലയാളികൾ ഈ ജോലികളെല്ലാം നിർത്തിയിട്ട് കാലങ്ങളായി. ഗൾഫ് മേഖലകളിൽ ജോലിക്ക് പോകുന്ന മലയാളികൾ കേരളത്തിൽ അത്തരം തൊഴിലുകളൊന്നും ചെയ്യാത്ത സാഹചര്യമാണ്. ഇനി ഒരു മാർഗം മാത്രമാണുള്ളത്. ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന മലയാളികൾ ഈ തൊഴിലുകൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ മേഖലകൾ ഒന്നാകെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. പല കരാറുകാർക്കും ഉള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ ഈ ഇടങ്ങളിലൊന്നും തൊഴിലാളികളെ കിട്ടാത്തത് കൊണ്ട് ഇവരുടെ കസ്റ്റമേഴ്സുമായിട്ട് ഇവർ വലിയ രീതിയിലുള്ള തർക്കത്തിലാണ്, അവരുമായിട്ടുള്ള ബന്ധം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കെട്ടിട മേഖല ഒന്നാകെ സ്തംഭിച്ചിരിക്കുകയാണ്. മെയ്സൺ വർക്ക് ഒന്നാകെ സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം തിരക്കി പോകുമ്പോഴാണ് പലരിൽ നിന്നും ലഭിക്കുന്ന റിപ്ലൈ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ പ്രധാനമായിട്ടും ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പ്രധാനമായിട്ടും എടുത്ത ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കുക, PM വിശ്വകർമ്മ, ഉജ്ജ്വല യോജന, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, PM ശ്രീ തുടങ്ങിയ പദ്ധതികൾ ബംഗാളിൽ നടപ്പിലാക്കുക എന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ ബംഗാളിൽ സൃഷ്ടിച്ചെടുക്കുകയുമാണ് പുതിയ സുവേന്ദു അധികാരി സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ബംഗാളികളായിട്ടുള്ള ആൾക്കാർക്ക് വലിയ കോൺഫിഡൻസ് ആണ് ഉണ്ടായത്. ഇവിടെ നിന്ന് ഏകദേശം 2 ദിവസങ്ങൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുന്നേ കിട്ടിയ വണ്ടിയും പിടിച്ച് ബംഗാളിലേക്ക് പോയ ആൾക്കാർ അവിടെ ചെന്ന് മമതയ്ക്ക് വോട്ടുകുത്തും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മമതയ്ക്കെതിരായിട്ടാണ് അവർ വോട്ട് കുത്തിയതെന്ന് ഇലക്ഷൻ ഫലം വന്നതിന് ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ബംഗാളല്ല അനുഭവിക്കുന്നത്, കേരളമാണ് അനുഭവിക്കുന്നതെന്നാണ്. മറ്റ് ചില സുപ്രധാനമായ തീരുമാനങ്ങളും കൂടി സുവേന്ദു അധികാരി സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. 6 പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ, മുൻ സൂചിപ്പിച്ചതുപോലെ അവിടെ സ്കീമുകൾ നടപ്പിലാക്കുക എന്നതാണ്. മറ്റൊന്ന് ഫെൻസിങ്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന ആൾക്കാരെ ഇങ്ങോട്ട് എത്താത്ത തരത്തിൽ വളരെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയിട്ട് BSFന് വേണ്ടിയിട്ട് അവരുടെ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 45 ദിവസത്തിനകം ആ ഫെൻസിങ് പൂർണ്ണമാക്കും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്, കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ബംഗാൾ നടപ്പിലാക്കാത്ത സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകൾ എല്ലാം തന്നെ നടപ്പിലാക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും സെൻസസ് പൂർണ്ണമായും നല്ല രീതിയിൽ നടപ്പിലാക്കിയെടുക്കുകയും അവിടെ എത്ര ജനസംഖ്യയുണ്ട്, ബംഗാളിൽ എത്ര ജനസംഖ്യയുണ്ട്, എത്ര ബംഗാളികൾ അവിടെയുണ്ട്, എത്ര പേർ നുഴഞ്ഞു കയറി വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പൂർണ്ണമായ കണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് സെൻസസ് നടപ്പിലാക്കിയിട്ടുണ്ട്. സെൻസസിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IAS IPS ഉദ്യോഗസ്ഥരുടെ അപ്പർ ഏജ് ലിമിറ്റ്, ഉയർന്ന പ്രായപരിധി ഒരല്പം ഒന്ന് കൂട്ടുവാനും അവിടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനുമുള്ള മാർഗങ്ങൾ കൂടി സർക്കാർ സ്ഥാപനങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. വളരെ കൃത്യമായി, വളരെ ടൈം ടേബിളായിട്ട് വളരെ പുതിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസികൾ സൃഷ്ടിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള വ്യവസ്ഥാപിതമായ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ബംഗാളിൽ ഒരു നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തൊഴിലവസരങ്ങൾ നാട്ടിൽ തന്നെ കിട്ടും എന്നുള്ളത്. പുതിയ ഇൻഡസ്ട്രിയൽ സിറ്റികൾ ബംഗാളിൽ വരും. അത്തരത്തിൽ ബംഗാൾ പരിപൂർണമായും മാറുന്നു എന്നതാണ്. നേരത്തെ കാശ്മീർ എങ്ങനെയാണോ മാറിയത് അതുപോലെ തന്നെ ബംഗാളിലും പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. അവിടുത്തെ ഗുണ്ടാരാജ് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അവിടെ ഒരു ക്ലീൻ ബംഗാളാക്കുവാൻ നേരത്തെ എങ്ങനെയാണോ ബീഹാറിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ UPയിലുമൊക്കെ നടത്തിയ അതേ രീതിയിൽ IPS സിംഗത്തിനെയൊക്കെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അജയ്പാൽ ശർമ്മയൊക്കെ
ബംഗാളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത 5 വർഷത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് അവിടെ. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകൾ, TMCയുടെ ഗുണ്ടകൾ വന്ന് ശല്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കില്ല പശ്ചിമ ബംഗാൾ ഉണ്ടാകുന്നത്. അവിടെ ഭീകരവാദികളും അങ്ങനെ വിഹരിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബംഗാളല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ബംഗാളിലൊരു പൂർണ്ണമായ മാറ്റമുണ്ടാകുന്നു. അവിടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കപ്പെടുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു കാര്യത്തെ മുൻനിർത്തിയാണ് ബംഗാളികൾ തിരിച്ച് കേരളത്തിലേക്ക് വരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ കേരളത്തിൽ ഒന്നുകിൽ മലയാളികൾ ഇറങ്ങി പണിയെടുത്തേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ബംഗാളികൾക്ക് ഉയർന്ന കൂലി കൊടുത്ത് ഇവിടെ എത്തിക്കേണ്ടി വരും. എന്തായാലും മലയാളികൾ ആകെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. തൊഴിലെടുക്കുവാനും വയ്യ, എന്നാൽ തൊഴിലെടുപ്പിക്കുവാനായിട്ട് ബംഗാളികളൊന്ന് എത്തുന്നതുമില്ല. ഇതാണ് കേരളത്തിലെ സാഹചര്യം. എന്നാൽ കേരളത്തിൽ പിന്നെയും ഈ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുമോ എന്നാണ്. നേരത്തെ ബംഗാളിലുണ്ടായ അതേ രീതിയിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ ഭീകരവാദികൾ പല മേഖലകളിലേക്കും നുഴഞ്ഞു കയറിക്കൊണ്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പിടിച്ചുകൊണ്ടാണ് അധികാരത്തിൽ കയറിയത്. ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയുള്ള സംഘടനയാണ് എന്ന് നമ്മൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരിലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വലിയ പങ്കാണ് വരുത്തുന്നത്. അവരുടെ ചില ഭീകരവാദികൾ, അതായത് അവരുടെ ഭീകരവാദികളുടെ യൂണിറ്റുകൾ പോലും, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഭീകരവാദ യൂണിറ്റുകൾ പോലും ഇന്ന് കശ്മീരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാ ടൈഗർ എന്നൊക്കെ പറയുന്ന ഭീകരവാദ യൂണിറ്റുകൾ അവിടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഹിസ്ബുൾ മുജാഹിദീൻ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭീകരവാദ സംഘങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ തന്നെ കശ്മീരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഇവിടെ കേരളത്തിലും പ്രവർത്തിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ് സർക്കാർ അധികാരത്തിൽ കയറിയിട്ടുള്ളത്. അവരെ ഇനി എങ്ങനെ ഒതുക്കും എന്നുള്ളതാണ് ഇനി അടുത്ത കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ബംഗാൾ മാറി ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലേക്ക് എത്തുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആൾക്കാർക്ക് സമാധാനപരമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ഒരു സാഹചര്യം ബംഗാളിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ തലതിരിയുമോ എന്നതാണ് അടുത്ത പ്രശ്നം. എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി മാത്രമേ നമുക്ക് അറിയാവൂ. കാരണം ഭരണം മുന്നോട്ട് പോകണം. എങ്ങനെയാണ് ഇവരെ നേരിടുന്നതും ഒതുക്കുന്നതും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. എന്തായാലും ബംഗാൾ അടിമുടി ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് മമതാ ബാനർജി ഇറങ്ങിപ്പോയതോടുകൂടി. മമതാ ബാനർജി ആദ്യമൊക്കെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുവാനൊക്കെ ഉള്ള ശ്രമമൊക്കെ നടത്തി. എങ്ങനെയെങ്കിലും CM ആകണം, ചീഫ് മിനിസ്റ്റർ ആകണം എന്നൊക്കെ തരത്തിൽ. പക്ഷേ നിയമ സംവിധാനം, ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസൃതം മാത്രമല്ലേ പ്രവർത്തിക്കാൻ പറ്റൂ. അല്ലാതെ പുറത്ത് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി എത്ര ഫാസിസം എന്ന് നമ്മുടെ ഭരണഘടനയെ നോക്കി പറഞ്ഞാലും അതൊന്നും നടപ്പിലാകുവാൻ പോകുന്നില്ല. ഈ ഭീകരവാദ സർക്കാരിനെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ബംഗാളികൾക്ക് ഒട്ടും ആഗ്രഹവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഒന്നടങ്കം ഇറങ്ങി വന്നുകൊണ്ട് മമതാ ബാനർജിക്ക് എതിരെ വോട്ട് ചെയ്തത്. 91.6% വോട്ടാണ്, 8% വോട്ടാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ 92.6% വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് മമതാ ബാനർജിയെ അവർ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. എന്നാൽ മമതയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലും മമതയ്ക്ക് വേണ്ടി ബംഗ്ലാദേശികൾ മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷേ ഭാരതത്തിൽ നിന്ന് ആരും തന്നെ മുറവിളി കൂട്ടുന്നില്ല. ഭാരതം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, പശ്ചിമ ബംഗാൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മമതാ സർക്കാരിനെ അവിടെ നിന്ന് പുറത്തേക്ക് അയക്കുകയും അവിടെ ഒരു ജനാധിപത്യ സർക്കാരിനെ അധികാരത്തിൽ കയറ്റുകയും ചെയ്തു. 34%-ലധികം മുസ്ലിങ്ങളുള്ള മേഖലകളിൽ പോലും അവിടെ BJP MLA-മാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹിന്ദുക്കൾ ഒന്നടങ്കം ഒരു കൺസോളിഡേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ആ തരത്തിൽ ബംഗാൾ ഒരു പരിവർത്തന വിധേയമായി മാറി. ബംഗാളിൽ പൂർണ്ണമായും ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരികയും പുതിയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുകയും ചെയ്യുകയാണ്. അതോടുകൂടി കേരളത്തിലെ തൊഴിലാളികളെ കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുമായി. എന്തായാലും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.